അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതൊക്കെ ആണോ? ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്, മൂന്നാമത് ഇതും വാൻഹു, ഇതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറയണേ? ഉത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ, നബി തങ്ങളുടെ അടുക്കൽ ഒരാളെ കൊണ്ടുവരപ്പെട്ടു. ഖദ് ശരിബ ഖംറ, കള്ള് കുടിച്ച ഒരാളെ നബിയുടെ അടുത്ത് എത്തിച്ചു. നബിയുടെ അടുത്ത് കള്ള് കുടിച്ച ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തി. മനസ്സിലായോ? നബിയുടെ അടുത്ത് ഹാജരാക്കപ്പെട്ടു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇദ്രിബൂ, നിങ്ങൾ അവനെ അടിക്കുക. സഹാബത്തോട് പറഞ്ഞു, ഓൻ അടിച്ചോളി എന്ന് പറഞ്ഞു. ഓന്റെ ഹദ്ദാണത്, ഇസ്ലാമിക ശിക്ഷ നടപടിയുണ്ട് കള്ളുകൂടിയന്മാർക്ക്. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, അടിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഓർഡർ വന്ന സ്ഥിതിക്ക് അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഞങ്ങളിൽ കൈയോണ്ട് അടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഓനെ കൈകാര്യം ചെയ്തോളുന്ന ഒരു നേതൃത്വം പറഞ്ഞാല് പിന്നെ പല കോലത്തിലാണല്ലോ കൈകാര്യം ചെയ്യല്. എന്ന പോലെ അബൂ ഹുറൈറ തങ്ങൾ പറയാ റളിയല്ലാഹു അൻഹു, മിന്നല്ലാഹി, ഞങ്ങൾക്ക് ആ ഓർഡർ കിട്ടിയപ്പോ കൈയോണ്ട് അടിക്കണോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. വല്ലാരിബിനെ ചെരിപ്പോണ്ട് അടിക്കണോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. വസ്ത്രം കൊണ്ട് അടിക്കുന്നവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. കൈ കിട്ടിയതൊക്കെ അടിക്കുന്ന ആൾക്കാരെ ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നു. പല മനസ്സിലപ്പ ഓനെ കൊടുക്കാനുള്ളപ്പോ കൊടുത്തു, ഓന് പോയി ഹദ് നടപ്പാക്കി. ഓൻ പിരിഞ്ഞു പോയപ്പോ കാലബാലക്കോമി സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഓ പിരിഞ്ഞു പോയപ്പോ കൂട്ടത്തിലുള്ള ചില ആൾക്കാർ പറഞ്ഞു, എന്താ പറഞ്ഞു? അവിടെ പോയിന്റ് ഇട്ടോ, ശ്രദ്ധിച്ചോളി, വളരെ ശ്രദ്ധിച്ചോളി. കള്ളു കുടിച്ച ആളാണ്, റസൂലുള്ളാഹിക്ക് കൊണ്ടുവരപ്പെട്ട ആളാണ്. ആ ആളെ അടിക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടാണ്. അങ്ങനെ അടിച്ചു. സഹാബത്ത് പല നിലക്കും അടിച്ചു. കൈ കൊണ്ട് അടിച്ചോലും, ചെരുപ്പ് കൊണ്ട് അടിച്ചു, കിട്ടിയതുകൊണ്ടൊക്കെ അടിച്ചു, വസ്ത്രം കൊണ്ടൊക്കെ അടിച്ചു. ആ ആള് പിരിഞ്ഞു പോയപ്പോ ചില സഹാബത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു, അഹ്സാക്കല്ലാഹ്, അള്ളാഹ് നിന്നെ കൈയൊഴിയട്ടടാ, അന്നെ അള്ളാഹു താല കൈയൊഴിയട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് ചില ആൾക്കാർ പറഞ്ഞു. കള്ളുകുടിയനായ ഒരാളോടുള്ള വിദ്വേഷം പ്രകടിപ്പിച്ചതാണ്. കേൾക്കണോ സഹോദരൻ? കാലാനെ കേട്ടപ്പോ അള്ളാന്റെ റസൂല് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ഹകദാ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. നബി പറഞ്ഞു, ലാ തുഈനു അലൈഹി ശൈത്വാൻ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെതിരെ പിശാചിനെ സഹായിക്കരുത്. ലാ തുഈനു, നിങ്ങൾ സഹായിക്കരുത്. അലൈഹി, അവനെതിരെ ശൈത്വാന, പിശാചിനെ സഹായിക്കരുത്. ജീവിക്കൽ ഒരു പൗരന് അനിവാര്യമായതുകൊണ്ട് ആ രാജ്യത്തിലെ ജുഡീഷ്യറി എന്ത് ശിക്ഷ വിധിക്കുന്നു, ആ ശിക്ഷ, എന്താണ് നിലപാടെടുക്കുന്നില്ല, ആ നിലപാടിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റും. ഇനി വ്യക്തമായ ഒരു തെറ്റ് ചെയ്തെങ്കിൽ തന്നെ ആ തെറ്റ് വിളിച്ചു പറയാൽ അത് ശൈത്താനെ സഹായിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനസ്സ് നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ കണ്ടോ, വളരെ ഗൗരവത്തോടെ പറയണ്ട കണ്ടോ. ഓക്കെ, ഒരുപാട് പറയേണ്ട വിഷയത്തെ കുറിച്ച് നോക്കാൻ ടൈമില്ലപ്പോ. ഏതായാലും എല്ലാവരും നോക്കത്ര വിഷയങ്ങളൊക്കെ ഇതിന്റെ വിശദീക ഷറഹൊക്കെ എല്ലാ ഹദീസുകളും, കാരണം ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടോ. അതുകൊണ്ട് ഫത്തുൽ ബാരിയും അതുപോലെ തന്നെ നമ്മുടെ ഷറഹുകളൊക്കെ, ഹദീസിന്റെ ഷറഹുകളൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പുറത്ത് പ്രസംഗിക്കുക. ഇതൊക്കെ പ്രസംഗിക്കുക വേദികളിലൊക്കെ, എല്ലാ വേദികളിലും വേണം, എല്ലായിടത്തും വേണം. മതവേദികൾ മാത്രമല്ല, പുറത്തുള്ള പൊതു സദസ്സുകൾ ഏതൊക്കെ അങ്ങനെയൊക്കെ പറയണം. പറയേണ്ടവര് പറയണം. എന്താ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട്, മലീമസമായ ചുറ്റുപാട്. ഇന്നൊരാളൊരു കാര്യം പറയും, നാളെ വേറെ പറയും. എന്താപ്പ ഈ രാജ്യത്തിന്റെ അവസ്ഥ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും മുമ്പ് നേതൃത്വം കൊടുത്തോളും നിലവിൽ നേതൃത്വം കൊടുക്കുള്ളൂ. ഇന്നൊരു കാര്യം, നാളെ ഓനെ മറ്റൊന്നവനെ കുറിച്ച് പറ്റുന്നപ്പുറത്ത് എന്താണ്
കേരളത്തിലെ പ്രബുദ്ധ ജനത ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സാന്ദർഭികമായി പറയാണ്. ഞാൻ ഇന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞാൽ എന്റെ ചിന്തകളും എന്റെ അഭിപ്രായങ്ങളൊക്കെ കാട് കയറും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. ഏതായാലും മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഈ വിഷയമായിട്ട് അത്രേ പറയണുള്ളൂ. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കുക. നമ്മൾ ആരെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി പോണ്ട. വളരെ ശ്രദ്ധിക്കുക. ഇൻഷാ അള്ളാഹ് ഇന്ന് ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പേ ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. 7:30 മണിക്ക് എത്തണം. 7:05 ഇവിടെ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എന്നെ കേൾക്കാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് അള്ളാഹ് ഹൈറ് തരട്ടെ. ഞാൻ പറഞ്ഞതിൽ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ക്ഷമിക്കുകയും സ്വയം ക്ഷമിക്കണം. അള്ളാഹു നമുക്കൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇന്നത്തെ എന്തൊക്കെ തൊഴിലുകളുണ്ടോ അതിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദില്ലത്തിലാക്കല്ല റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ദീനിന്റെ പ്രചരണ രംഗത്ത് ദീർഘകാലം പടച്ചവനെ പ്രവർത്തിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഇൽമും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, തഖ്വ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കരുത്തു പകരണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. നല്ല സ്വഭാവക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാര് രോഗികളുണ്ട്, മാതാപിതാക്കള് രോഗികളുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ആരൊക്കെ രോഗികളുണ്ടോ, അവരോട് ബന്ധപ്പെട്ട ഏതൊക്കെ രോഗികളുണ്ടോ, അവരുടെ മുഴുവൻ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇവിടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈനിലെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാ നിലക്കും ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പിന്തുണ കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് കടമുള്ളവരാണ്. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കടമുണ്ടെങ്കിൽ മയ്യത്ത് നിക്കരിച്ചിട്ടില്ല. അല്ലാഹുവേ, ഞങ്ങൾ കടക്കാരായി മരണപ്പെടുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ദോഷം പൊറുക്കാതെ മരണപ്പെടുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. വിദേശത്തുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അവസാനം മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്ന, പുഞ്ചിരിച്ച് മരിക്കുന്ന, ഈമാൻ ലഭിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൈറിലാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ കിബറിനെ തൊട്ട്, ഉജ്ബിനെ തൊട്ട്, റിയായിനെ തൊട്ട്, ഹുബ്ബുൽ ജാഹിനെ തൊട്ട്, ഹസദിനെ തൊട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് പടച്ചവനെ അല്ലാഹുവേ, അവർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. സന്താനമില്ലാത്തവരുണ്ട് റബ്ബേ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. വർഷങ്ങളായി വിവാഹം കഴിച്ചിട്ട് റഹ്മാനെ അവർക്ക് സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിച്ച പലതിനും ഉത്തരം നൽകിയ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പടച്ചവനെ അറ്റാക്ക് പോലോത്ത, ആക്സിഡന്റ് പോലോത്ത, ബ്രെയിൻ ട്യൂമർ പോലോത്ത, ക്യാൻസർ പോലോത്ത മാരകമായ രോഗത്തിനടിമപ്പെട്ട് പെട്ടെന്ന് മരണപ്പെടുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഖൈറിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ വല്യപ്പമാരുണ്ട്, ഞങ്ങളുടെ വല്യമ്മമാരുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ഇൽമു പഠിക്കുമ്പോ ഭക്ഷണം തന്ന ഉമ്മമാര് ഖബറിലുണ്ട് റബ്ബേ. വഅളിന് പോകുമ്പോ മഹല്ലത്തിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട്
പല മാഹല്ലത്തിലെയും ആളുകള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ഉമറാക്കളും ഇന്ന് ഖബറിലുണ്ട് റബ്ബേ. സഹോദരിമാരുണ്ട് റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ, ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായം നൽകിയവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഈ നിമിഷം അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്ത മഹാന്മാരായ പണ്ഡിതന്മാര് റബ്ബേ, എന്നേക്ക് ഒരു സമസ്തക്കാരനാക്കിയ നാട്ടിക ഉസ്താദിനെ പോലോത്ത മഹാനായ കേട്ടി ഉസ്താദിനെ പോലോത്ത ബഹുമാനപ്പെട്ട മത്സ്യാബ്ദങ്ങളെ പോലോത്ത മഹാനായ കോട്ട ഉസ്താദിനെ പോലോത്ത ബഹുമാനപ്പെട്ട നമ്മുടെ നായകന്മാരായ പൊന്മള ഉസ്താദിനെ പോലോത്ത വരീദ് ഉസ്താദിനെ പോലോത്ത ഉന്നതന്മാരായ KC ഉസ്താദിനെ പോലോത്ത ഉന്നതന്മാരായ നമ്മുടെ നായകന്മാര്, അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബറിൽ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ പടച്ചവനെ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങള് അത് മഹദി ഇമാമിന്റെ കയ്യിൽ കൊടിയേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വിഭാഗമായി മാറാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ, ഇസ്സത്തിലാക്കണേ അല്ലാ. പിശാചിന് അടിമപ്പെട്ട ആളുകൾക്ക് നല്ല പടച്ചവൻ ഞങ്ങളെ ഹൃദയങ്ങൾക്ക് നീ നല്ല ഹിദായത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صلوا عليه الأنبياء المرسلين والحمد لله رب العالمين. സഹോദരന്മാരെ, ഇന്നലെ മുസ്തഫ യമാനി എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടിനടുത്ത് ജോലി ചെയ്യുന്ന മുദരിസായി ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ്. മുൻ പള്ളിക്കൽ പഞ്ചായത്ത് SKSSFന്റെ പ്രസിഡന്റ് ആണ്. ഇന്നെ പോലത്തെ ഒരു സാധുവാണ്. അല്ല എന്ന് പറഞ്ഞ ഈ നെറ്റുമായിട്ടുള്ള ബന്ധം മൂപ്പർക്ക് ഇപ്പൊ ഈ അടുത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സാധു ഇന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇന്നലെ മൂപ്പരെ വിളിച്ചു. അപ്പൊ മൂപ്പര് സത്യത്തില് മൂപ്പര് ആ CD ഒന്ന് ഇടുകയെന്ന് പറഞ്ഞത്. സത്യത്തിൽ നമ്മളെ നാട്ടിലപ്പോ 10-11 മണിയാണ്. നമ്മക്കാണ് ഇപ്പൊ ഇവിടെ രാവിലെ. ബഹ്റൈനിൽ ഇപ്പൊ സമയത്തിലറിയ ഞങ്ങള് 7:15 ടൈം. സൗദി ടൈം ബഹ്റൈൻ ടൈം ഒരേ ടൈമാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പര് ആ CD ഇടാൻ പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മള് പ്രവർത്തകനാണ്, എല്ലാവരോടും മൂപ്പര് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രവർത്തകനാണ് മുസ്തഫ യമാനി. അദ്ദേഹം 6-8 കുട്ടികൾ അദ്ദേഹത്തിന് ദർസിലുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഇന്നലെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു കാര്യങ്ങൾ. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ കാര്യം സലാമത്തായിട്ടുണ്ട്. ഇനി യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. 11-ാം തീയതി ഞാൻ പോവും നാട്ടിലേക്ക് ഇൻഷാ അല്ലാഹ്. പോയിട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗികമായി കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് പൂർത്തിയാക്കണം. അപ്പൊ ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ വിളിച്ചിട്ട് അതിന്റെ ഉദ്ഘാടനം കഴിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ദ്വാരക്കണം, എല്ലാവരും ദ്വാരക്കണം അത് പൂർത്തിയാവാൻ. പ്രത്യേകം ദ്വാരക്കണം. ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചതായിട്ടില്ല, വേറൊന്നല്ല, ദ്വാ ചെയ്യണം, അതിനു വേണ്ടി പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇൻഷാ അല്ലാഹ് വേറെ ഒന്നും പറയാല. നിസാർ ഫൈസി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിസാർ ഫൈസിക്ക് മൈക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിരിയാണി ഒന്നുമില്ല അബീബ. രാവിലെ ഉസ്താദിന് എന്ത് ബിരിയാണിയാ? രാവിലെ സുബഹിസ്കരിച്ചിട്ടാണ് തുടങ്ങുക. അതന്നെ, വേറൊന്നുമില്ല. ബിരിയാണി ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കണം. നിങ്ങൾ ദ്വാരക്കി അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഒക്കെ പൂർത്തീകരിച്ച് കൂടണം. പക്ഷെ ഇപ്പൊ സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചിട്ട് സുബഹിക്കാരത്തോട് തുടങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് പൂർത്തിയായി കിട്ടാൻ ദ്വാരക്ക. അത് കഴിഞ്ഞിട്ട് പണി പൂർത്തിയായിട്ട് ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉസ്താദിനോട് പറയണ്ടേ, ഞാൻ ഉസ്താദിനെ വിളിച്ചിരുന്നല്ലേ. ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് ഞാൻ പറയേണ്ടത്, ഉസ്താദിനോട് ഞാൻ അസ്സലാമു അലൈക്കും ആരായി പറയുന്നത്? MA റസ